ഹലോ, വെൽക്കം ബാക്ക്. ഒന്നാം ലോക മഹായുദ്ധത്തെക്കുറിച്ചാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ഒന്നാം ലോക മഹായുദ്ധം നടന്ന വർഷം നോക്കാം. 1914 ജൂലൈ 28 മുതൽ 1918 നവംബർ 11 വരെയാണ് ഒന്നാം ലോക മഹായുദ്ധം നടന്നത്. 1914 മുതൽ 18 വരെ, ജൂലൈ 28 നവംബർ 11 ഈ 2 ദിവസങ്ങൾ ഓർമ്മിച്ചിരിക്കണം. അപ്പോൾ ഈ കാലഘട്ടത്തിലാണ് ഒന്നാം ലോക മഹായുദ്ധം നടന്നത്. ഒന്നാം ലോക മഹായുദ്ധം ഉണ്ടാകാനിടയായ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണ്? ഏറ്റവും പ്രധാനപ്പെട്ട 2 കാരണങ്ങളാണ് പറയുന്നത്. ഈ ഒരു ലോകമഹായുദ്ധം ഉടലെടുക്കാനുണ്ടായ 2 കാരണങ്ങൾ. ഒന്ന്, വ്യാവസായിക വിപ്ലവം വന്നതോടെ ധാരാളം ഉൽപ്പന്നങ്ങൾ ഉണ്ടാവുകയും അവ വിറ്റഴിക്കാൻ രാജ്യങ്ങൾ തമ്മിൽ മത്സരം ഉണ്ടാവുകയും ചെയ്തു. രണ്ടാമത്തെ കാരണം തീവ്ര ദേശീയതയാണ്. ഒന്നാമത്തേത് വ്യാവസായിക വിപ്ലവം, അത് കാരണമുണ്ടായ ഉൽപ്പന്നങ്ങളുടെ ഒരു പെരുപ്പമാണ്. രണ്ടാമത്തേത് തീവ്ര ദേശീയതയാണ്. തീവ്ര ദേശീയതയെക്കുറിച്ച് പറയുമ്പോൾ മറ്റു രാജ്യങ്ങളെയും തങ്ങളുടെ കൈവശമുള്ള പ്രദേശങ്ങളെയും പിടിച്ചെടുക്കുന്നതിനുള്ള ഒരു അവസരമായിട്ടാണ് തീവ്ര ദേശീയത രാജ്യങ്ങൾ ഉപയോഗിച്ചത്. അപ്പോൾ ഇത്തരത്തിലെ തീവ്ര ദേശീയത ഉടലെടുത്തതിൻ്റെ ഫലമായി 3 പ്രധാനപ്പെട്ട പ്രസ്ഥാനങ്ങൾ രൂപം കൊണ്ടു. ഏതൊക്കെയാണ് പ്രസ്ഥാനങ്ങൾ? പാൻ സ്ലാവ്, പാൻ ജർമ്മൻ, പ്രതികാര പ്രസ്ഥാനം. പാൻ സ്ലാവ്, പാൻ ജർമ്മൻ, പ്രതികാര പ്രസ്ഥാനം. ഈ 3 പ്രസ്ഥാനങ്ങളും എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഒന്നാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. തീവ്ര ദേശീയതയുടെ ഭാഗമായി ഉടലെടുത്ത 3 പ്രസ്ഥാനങ്ങളാണ് പാൻ സ്ലാവ്, പാൻ ജർമ്മൻ, പ്രതികാര പ്രസ്ഥാനം. ഇനി ഇവ 3ഉം എന്തൊക്കെയാണെന്ന് നോക്കാം. പാൻ സ്ലാവ് പ്രസ്ഥാനം എന്താണെന്ന് നോക്കാം. ഈസ്റ്റേൺ യൂറോപ്പിലെ സെർബിയ, ബൾഗേറിയ, ഗ്രീസ് തുടങ്ങിയ രാജ്യങ്ങളിലെ സ്ലാവ് വംശജരെ ഏകോപിപ്പിക്കുന്നതിനായി ഉണ്ടാക്കിയതാണ് ഈ പാൻ സ്ലാവ് പ്രസ്ഥാനം. റഷ്യയാണ് ഇത് ആരംഭിച്ചത്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ ഓർത്തേക്കണം. എന്തൊക്കെയാണ്? ഒന്ന്, റഷ്യയാണ് പാൻ സ്ലാവ് പ്രസ്ഥാനം ആരംഭിച്ചത്. പിന്നൊന്ന്, സ്ലാവ് വംശജരെ ഏകോപിപ്പിക്കാനായിട്ടൊന്നും ഓർത്തിരിക്കണം. രണ്ടാമത്തത് പാൻ ജർമ്മൻ പ്രസ്ഥാനം. മധ്യ യൂറോപ്പിലും ബാൽക്കൺ മേഖലയിലെയും ടൂട്ടോണിക് വിഭാഗക്കാരെ ഏകോപിപ്പിക്കുന്നതിനായി ജർമ്മനിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചു. അപ്പോൾ പാൻ ജർമ്മൻ എന്ന് പറയുമ്പോൾ ആരാണ് തുടങ്ങിയത്? ജർമ്മനിയാണ് തുടങ്ങിയത്. ഏത് വിഭാഗക്കാരെയാണ്? ടൂട്ടോണിക് വിഭാഗക്കാരെ ഏകോപിപ്പിക്കുന്നതിനായി ആരംഭിച്ചതാണ്. മൂന്നാമത്തേത് പ്രതികാര പ്രസ്ഥാനമാണ്. ഫ്രാൻസിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ചു. ജർമ്മനിക്കെതിരെയാണിത് തുടങ്ങിയത്. അപ്പോൾ 3 കാര്യങ്ങൾ. പാൻ സ്ലാവ് ആരംഭിച്ചത് റഷ്യയാണ്. എന്തിനാണ്? സ്ലാവ് വംശജരെ ഏകോപിപ്പിക്കാനായി. പാൻ ജർമ്മൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രസ്ഥാനം ആരംഭിച്ച ജർമ്മനിയാണ്. ടൂട്ടോണിക് വിഭാഗക്കാരെ ഏകോപിപ്പിക്കാനായിരുന്നു. പ്രതികാര പ്രസ്ഥാനം ആരംഭിച്ചത് ഫ്രാൻസിൻ്റെ നേതൃത്വത്തിലായിരുന്നു. ജർമ്മനിക്കെതിരെയായിരുന്നു പ്രതികാര പ്രസ്ഥാനം ആരംഭിച്ചത്. ഈ കാലഘട്ടത്തിലുണ്ടായ 2 പ്രധാനപ്പെട്ട പ്രതിസന്ധികളാണ് മൊറോക്കൻ പ്രതിസന്ധിയും ബാൽക്കൻ പ്രതിസന്ധിയും. ഇവ രണ്ടും എന്താണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ്, മൊറോക്കൻ പ്രതിസന്ധി. മൊറോക്കോ ഒരു ആഫ്രിക്കൻ രാജ്യമാണ്. ഫ്രാൻസ് മൊറോക്കയെ ആധിപത്യം ചെയ്തിരുന്നത് ബ്രിട്ടൻ അംഗീകരിച്ചുകൊണ്ടൊരു സന്ധി ഒപ്പിട്ടു. അപ്പോൾ മൊറോക്ക അല്ലെങ്കിൽ ഫ്രാൻസിലെ മൊറോക്കയെ ആധിപത്യം ചെയ്തിരുന്നത് ഫ്രാൻസാണ്. മൊറോക്കയെ ആധിപത്യം ചെയ്തിരുന്നത്. ഇതിനെ അംഗീകരിച്ചുകൊണ്ട് ബ്രിട്ടൻ ഒരു സന്ധി ഒപ്പുവെച്ചു. ശേഷം പിന്നെ ആര് വരുന്നു? ജർമ്മനി വരുന്നു. ജർമ്മനി മൊറോക്കയെ ആക്രമിക്കാനായി മൊറോക്കയിലെ അഗഡീർ എന്ന ദ്വീപിലേക്ക് കപ്പലുകൾ അയച്ചു. ജർമ്മനിയാണ് അയക്കുന്നത്. ഇപ്പോൾ ഓൾറെഡി ഫ്രാൻസിൻ്റെ കീഴിലാണ് മൊറോക്കോ. ഫ്രാൻസ് മൊറോക്കയെ ആധിപത്യം ചെയ്തിരുന്നത് ജർമ്മനിക്ക് സമ്മതമായിരുന്നു. അങ്ങനെ ഇരുന്ന സമയത്താണ് ജർമ്മനി മൊറോക്കയെ കൈവശപ്പെടുത്തുന്നതിനായി മൊറോക്കയിലെ അഗഡീർ എന്ന ദ്വീപിലേക്ക് കപ്പലുകൾ അയച്ചത്. ഇതിൻ്റെ ഭാഗമായി കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായി. ഇതിൻ്റെ ഒത്തുതീർപ്പിനായി ഫ്രാൻസ് ഫ്രഞ്ച് കോങ്കോയുടെ ചില ഭാഗങ്ങൾ ജർമ്മനിക്ക് നൽകി. ഇതാണ് മൊറോക്കൻ പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ. രണ്ടാമത്തെ പ്രതിസന്ധിയാണ് ബാൽക്കൺ പ്രതിസന്ധി. ഇതെന്താണെന്ന് നോക്കാം. ഗ്രീസിനടുത്ത് ഈജിയൻ കടലിനും കരിങ്കടലിനും അടുത്താണ് ബാൽക്കൺ പ്രദേശങ്ങൾ. ഇവിടെയാണ് ബാൽക്കൺ സഖ്യം രൂപീകരിച്ചത്. അപ്പോൾ ബാൽക്കൺ പ്രതിസന്ധി ബാൽക്കൺ സഖ്യത്തിലൂടെയാണ് ഉണ്ടായത്. ബാൽക്കൺ സഖ്യം എന്ന പേരിലൊരു സഖ്യം ഉണ്ടായി. അപ്പോൾ എവിടെയാണ് ബാൽക്കൺ പ്രദേശങ്ങൾ വരുന്നത്? ഗ്രീസിനടുത്ത് ഈജിയൻ കടലിനും കരിങ്കടലിനും അടുത്താണ്. ബാൽക്കൺ സഖ്യത്തിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. സെർബിയ, ഗ്രീസ്, ബൾഗേറിയ, മോണ്ടിനെഗ്രോ ഈ 4 രാജ്യങ്ങളുമാണ് ബാൽക്കൺ സഖ്യത്തിൽ ഉൾപ്പെടുന്നത്. 1912 ബാൽക്കൺ സഖ്യം തുർക്കിയെ പരാജയപ്പെടുത്തി.
ഇതിൽ നേട്ടങ്ങൾ പങ്കിടുമ്പോൾ രാഷ്ട്രങ്ങൾ തമ്മിലുണ്ടായ തർക്കമാണ് ബാൽക്കൻ പ്രതിസന്ധിക്ക് കാരണം. അപ്പോൾ ബാൽക്കൻ സഖ്യം എന്ന പേരിലൊരു സഖ്യം രൂപീകരിക്കുന്നു. ബാൽക്കൻ സഖ്യത്തിൽ അംഗങ്ങളായിരുന്ന രാജ്യങ്ങൾ ഏതൊക്കെയായിരുന്നു? സെർബിയ, ഗ്രീസ്, മോണ്ടിനെഗ്രോ, ബൾഗേറിയ ഒക്കെ ആയിരുന്നു. അപ്പോൾ ഈ ബാൽക്കൻ സഖ്യം ആരെയാണ്? തുർക്കിയെ പരാജയപ്പെടുത്തിയാണ്. തുർക്കിയെ പരാജയപ്പെടുത്തിയിട്ട് ആ രാജ്യം പിടിച്ചെടുത്തിട്ട് അതിലുള്ള നേട്ടങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ രാജ്യങ്ങൾ തമ്മിൽ തർക്കമുണ്ടായി. ഈ തർക്കമാണ് ബാൽക്കൻ പ്രതിസന്ധിക്ക് കാരണമായത്. ഈ തർക്കങ്ങളിൽ സെർബിയ റഷ്യയെ സഹായിച്ചു, ജർമ്മനി ഓസ്ട്രിയയെ സഹായിക്കുകയും ചെയ്തു. ഇനി ഒന്നാം ലോക മഹായുദ്ധം പെട്ടെന്ന് ഉണ്ടാകാനിടയായ കാരണം. അപ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഇങ്ങനെ ലോകരാജ്യങ്ങളിൽ തമ്മിൽ ഉണ്ടായിരുന്നു, പക്ഷെ പെട്ടെന്ന് പൊട്ടിപ്പുറപ്പെടാനുണ്ടായ കാരണം ഇതൊക്കെയാണ്. എന്തൊക്കെയാണെന്ന് നോക്കാം. 1914 ഓസ്ട്രിയൻ കിരീടാവകാശിയായ ആർച്ച് ഡ്യൂക്ക് ഫ്രാൻസിസ് ഫെർഡിനൻഡും ഭാര്യ സോഫിയയും ബോസ്നിയയുടെ തലസ്ഥാനമായ സരജാവോയിലേക്ക് പോവുകയായിരുന്നു. സരജാവോയിലെത്തി. അവിടെ വെച്ച് സെർബിയക്കാരനായ ലാവ്ലോ പ്രിൻസെപ്പ് ഇവരെ വെടിവെച്ച് കൊന്നു. ഇതിൽ സെർബിയയ്ക്ക് പങ്കുണ്ടെന്ന് പറഞ്ഞ് ഓസ്ട്രിയ സെർബിയയ്ക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചു. ഇതിൻ്റെ പേരിൽ രാജ്യങ്ങൾ തമ്മിൽ കക്ഷി ചേർന്നു. അങ്ങനെ രണ്ട് കക്ഷികളായി, രണ്ട് ഗ്രൂപ്പുകളായി രാജ്യങ്ങൾ പിരിയുകയാണ് ചെയ്തത്. അപ്പോൾ പെട്ടെന്നുണ്ടായ കാരണം എന്താണ്? ഓസ്ട്രിയൻ കിരീടാവകാശിയായ ആർച്ച് ഡ്യൂക്ക് ഫ്രാൻസിസ് ഫെർഡിനൻഡും അദ്ദേഹത്തിൻ്റെ ഭാര്യയായ സോഫിയയും സരജാവോയിലെത്തി. സരജാവോ ബോസ്നിയയുടെ തലസ്ഥാനമാണ്. അവിടെ വെച്ച് സെർബിയക്കാരനായ ലാവ്ലോ പ്രിൻസെപ്പ് ഇവരെ വെടിവെച്ചു കൊന്നു. അപ്പോൾ സെർബിയയ്ക്ക് ഇതിൽ പങ്കുണ്ടെന്ന് പറഞ്ഞാണ് ഓസ്ട്രിയ സെർബിയയ്ക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ ഈ കാരണങ്ങളാൽ ലോകരാജ്യങ്ങൾ തമ്മിൽ രണ്ട് സഖ്യങ്ങൾ രൂപീകരിച്ച് കുറച്ച് രാജ്യങ്ങൾ അതിൽ അംഗങ്ങളായി. അങ്ങനെയാണ് രണ്ട് സഖ്യം ഉണ്ടാകുന്നത്. ത്രികക്ഷി സഖ്യമെന്നും ത്രികക്ഷി സൗഹാർദ്ദം എന്ന് പറഞ്ഞ് രണ്ട് ചേരികളായി രാജ്യങ്ങൾ തിരിയുകയാണ് ചെയ്യുന്നത്. ഇതിൽ ത്രികക്ഷി സൗഹാർദ്ദമാണ് അവസാനം ഒന്നാം ലോക മഹായുദ്ധത്തിൽ, ത്രികക്ഷി സൗഹാർദ്ദത്തിലെ അംഗങ്ങളാണ് ഒന്നാം ലോക മഹായുദ്ധത്തിൽ വിജയം വരിക്കുന്നത്. എപ്പോഴും PSC ചോദിക്കുന്ന ഒരു ഏരിയയാണ് ഒരു രാജ്യം തന്നിട്ട് ഇത് ത്രികക്ഷി സഖ്യത്തിൽ ഉൾപ്പെടുന്നതാണോ അല്ലെങ്കിൽ ത്രികക്ഷി സൗഹാർദ്ദത്തിൽ ഉൾപ്പെടാത്തത് ഏത് എന്നൊക്കെ ചോദിക്കാറുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ത്രികക്ഷി സഖ്യത്തിൽ അല്ലെങ്കിൽ ട്രിപ്പിൾ അലയൻസിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങൾ ജർമ്മനി, ഓസ്ട്രിയ, ഹംഗറി, ഇറ്റലി, തുർക്കി, ബൾഗേറിയ ഇത്രയും രാജ്യങ്ങളാണ് ത്രികക്ഷി സഖ്യത്തിൽ ഉൾപ്പെടുന്നത്. ത്രികക്ഷി സൗഹാർദ്ദം അല്ലെങ്കിൽ ട്രിപ്പിൾ എൻറ്റിറ്റിയിൽ ഉൾപ്പെടുന്ന രാജ്യങ്ങൾ ഇംഗ്ലണ്ട്, ഫ്രാൻസ്, റഷ്യ, അമേരിക്ക ഇത്രയും രാജ്യങ്ങളായിരുന്നു. അപ്പോൾ അമേരിക്ക ആദ്യം ത്രികക്ഷി സൗഹാർദ്ദത്തിൽ അല്ലെങ്കിൽ ഒന്നാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുത്തില്ല. പിന്നീട് ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോഴാണ് അമേരിക്ക ഇതിലോട്ട് എൻ്റർ ആവുന്നത്. അതുപോലെ തന്നെ ഇറ്റലി ആദ്യം ത്രികക്ഷി സഖ്യത്തിലായിരുന്നു. എന്നാൽ യുദ്ധം അതിൻ്റെ മൂർധന്യാവസ്ഥയിലെത്തിയപ്പോൾ ഇറ്റലി ത്രികക്ഷി സൗഹാർദ്ദത്തിലേക്ക് കടക്കുകയാണ് ഉണ്ടായത്. ഈ ഒരു ഗ്രൂപ്പിലേക്ക് ഇറ്റലി ജോയിൻ ചെയ്തു. അതുകൊണ്ട് തന്നെ ഒന്നാം ലോക മഹായുദ്ധത്തിലെ കുറുക്കൻ എന്ന് പറയുന്നത് ഇറ്റലിയാണ്. അപ്പോൾ ആദ്യം ഇത് രൂപീകരിക്കുന്ന സമയത്ത് ത്രികക്ഷി സൗഹാർദ്ദത്തിൽ ഇംഗ്ലണ്ട്, ഫ്രാൻസ്, റഷ്യ, അമേരിക്ക ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ത്രികക്ഷി സഖ്യത്തിന് സൗഹാർദ്ദത്തിന് ഒരു കോഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. സഖ്യത്തിനൊരു കോഡ് കിട്ടിയില്ല കേട്ടോ. അപ്പോൾ ഇറ്റലി പറഞ്ഞില്ല എങ്കിൽ നമുക്ക് എഫ്ര എന്ന് പറഞ്ഞ കോഡ് ഇടാം. എഫ്ര എന്ന് പറയുമ്പോൾ ഇംഗ്ലണ്ട്, ഫ്രാൻസ്, റഷ്യ, അമേരിക്ക. ഇറ്റലിയും കൂടെ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോൾ എഫ്രേ എന്ന് നമുക്ക് പറയാം. ഓക്കെ, എഫ്ര ത്രികക്ഷി സൗഹാർദ്ദം എഫ്ര എന്ന് ഓർത്തിരുന്നാൽ മതി. അപ്പോൾ ത്രികക്ഷി സഖ്യത്തിലുള്ളത് നമുക്ക് കിട്ടും. അടുത്ത് ഒന്നാം ലോക മഹായുദ്ധത്തിലെ ചില സവിശേഷതകൾ. എന്തൊക്കെ സവിശേഷതകളായിരുന്നു, പ്രത്യേകതകളായിരുന്നു ഒന്നാം ലോക മഹായുദ്ധത്തിലുണ്ടായിരുന്നു? നമുക്കറിയാം ഇതിനു മുമ്പേയും ചില യുദ്ധങ്ങളുണ്ടായി. ഇപ്പോൾ റഷ്യൻ റവല്യൂഷൻ, ഫ്രഞ്ച് റവല്യൂഷൻ, ചൈനീസ് റവല്യൂഷൻ, അമേരിക്കൻ റവല്യൂഷനൊക്കെ ഉണ്ടായി. ആ യുദ്ധങ്ങളിൽ നിന്ന് വിഭിന്നമായി ഒന്നാം ലോക മഹായുദ്ധത്തിലുണ്ടായ സവിശേഷതകൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായി യുദ്ധ ടാങ്ക് ഉപയോഗിച്ചു ഒന്നാം ലോക മഹായുദ്ധത്തിലാണ്. ബ്രിട്ടനാണ് ഒന്നാം ലോക മഹായുദ്ധത്തിൽ ആദ്യമായി യുദ്ധ ടാങ്ക് ഉപയോഗിച്ചത്. അടുത്ത മാരകമായ വിഷവസ്തുക്കളും വാതകങ്ങളും ജർമ്മനി ഉപയോഗിച്ചു. അപ്പോൾ ഒന്നാം ലോക മഹായുദ്ധത്തിൽ ആദ്യമായി മാരകമായ വിഷവസ്തുക്കളും വാതകങ്ങളും ഉപയോഗിച്ച് ജർമ്മനിയാണ്. എന്നാൽ യുദ്ധ ടാങ്ക് ഉപയോഗിച്ചത് ആരാണ്? ബ്രിട്ടനാണ്. ഈ ജർമ്മനിക്ക് ഒന്നാം ലോക മഹായുദ്ധത്തിൽ വളരെ വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട്. കാരണം ഒത്തിരിയധികം നാശനഷ്ടങ്ങളുണ്ടായ ജർമ്മനിക്കാണ്. അതുപോലെ തന്നെ ഒത്തിരിയധികം ആൾക്കാർ മരിച്ച ഒരു രാജ്യം എന്ന് പറയുന്നത് ജർമ്മനിയാണ്. അപ്പോൾ മാരകമായ വിഷവസ്തുക്കളും വാതകങ്ങളും ആദ്യമായി ഒന്നാം ലോക മഹായുദ്ധത്തിലാണ് ഉപയോഗിച്ചത്. ഇത് ഉപയോഗിച്ച രാജ്യം എന്ന് പറയുന്നത് ഏതാണ്? ജർമ്മനിയാണ്. അതുപോലെ തന്നെ യുദ്ധ ടാങ്ക് ആദ്യമായി ഈ ഒന്നാം ലോക മഹായുദ്ധത്തിലാണ് ഉപയോഗിച്ച രാജ്യം ബ്രിട്ടനാണ്. അടുത്ത് യു ബോട്ട് അല്ലെങ്കിൽ അന്തർവാഹിനി കപ്പൽ, മുങ്ങിക്കപ്പൽ.
ഇതും ആദ്യമായി ഉപയോഗിച്ചു. ഇത് ഉപയോഗിച്ചത് ആരാണ്? ജർമ്മനിയാണ്. അപ്പോൾ ജർമ്മനി ഈ 2 കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. യുദ്ധം പുരോഗമിച്ചപ്പോൾ ഇറ്റലി ത്രികക്ഷി സഖ്യത്തിൽ നിന്നും ത്രികക്ഷി സൗഹാർദ്ദത്തിലേക്ക് പോയി. ഇതിനാൽ ഇറ്റലി 1-ാം ലോക മഹായുദ്ധത്തിലെ കുറുനരി എന്നാണ് അറിയപ്പെടുന്നത്. അപ്പം ത്രികക്ഷി സഖ്യത്തിലെ ഒരു അംഗമായിരുന്നു ഇറ്റലി. യുദ്ധം മൂർച്ഛിച്ചപ്പോൾ, പുരോഗമിച്ചപ്പോൾ ഇറ്റലി ത്രികക്ഷി സൗഹാർദ്ദത്തിലേക്ക് പോയി. അതുകൊണ്ട് എന്ത് പറയും? ഈ 1-ാം ലോക മഹായുദ്ധത്തിലെ കുറുനരി എന്നറിയപ്പെടുന്ന രാജ്യം ഏതാണ് എന്ന് എക്സാമിന് ചോദിക്കും. ഏതാണ്? ഇറ്റലിയാണ്. അടുത്ത്, അമേരിക്ക ത്രികക്ഷി സൗഹാർദ്ദത്തിലൂടെ പ്രവേശിച്ചത് ലൂസിറ്റാനിയ ഇൻസിഡൻറ്റിലൂടെയാണ്. അപ്പോൾ ത്രികക്ഷി സൗഹാർദ്ദത്തിലെ ഒരു അംഗമായിരുന്നില്ല അമേരിക്ക. അപ്പോൾ ത്രികക്ഷി സൗഹാർദ്ദത്തിലെ അംഗങ്ങൾ നമ്മൾ പറഞ്ഞു അല്ലേ, എഫ്ര അല്ലേ? ഏതൊക്കെയാണ്? ഇംഗ്ലണ്ട്, ഫ്രാൻസ്, റഷ്യ. പിന്നെ ലൂസിറ്റാനിയ ഇൻസിഡൻറ്റിലൂടെ അമേരിക്ക വന്നു. പിന്നെ എന്താണ്? യുദ്ധം പുരോഗമിച്ചപ്പോൾ ഇറ്റലി ഇങ്ങോട്ട് കടന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കണം. എന്താണ് ലൂസിറ്റാനിയ ഇൻസിഡൻ്റ് എന്ന് നോക്കാം. ലൂസിറ്റാനിയ എന്ന് പറയുന്നത് ബ്രിട്ടൻ്റെ ഒരു കപ്പലാണ്. ഇതിനെ ജർമ്മനി ആക്രമിച്ചു. കപ്പലിൽ അമേരിക്കൻ പൗരന്മാരുണ്ടായിരുന്നു. അപ്പോൾ ലൂസിറ്റാനിയ എന്ന് പറയുന്ന ബ്രിട്ടൻ്റെ കപ്പലിൽ അമേരിക്കൻ പൗരന്മാരുണ്ടായിരുന്നു. ഈ സമയത്ത് ജർമ്മനി ഈ കപ്പലിനെ ആക്രമിച്ചു. അപ്പോൾ ഈ ആക്രമിച്ചതിൻ്റെ ഭാഗമായിട്ട് അമേരിക്ക എന്ത് ചെയ്തു? യുദ്ധത്തിൽ പ്രവേശിച്ചത്. അപ്പോൾ ഈ ഒരു ഇൻസിഡൻറ്റിനെയാണ് ലൂസിറ്റാനിയ ഇൻസിഡൻ്റ് എന്ന് പറയുന്നത്. അടുത്ത, 1-ാം ലോക മഹായുദ്ധത്തിൽ നിന്നും ആദ്യമായി പിന്മാറിയ രാജ്യം റഷ്യയാണ്. നമ്മൾ ഇറ്റലിയെക്കുറിച്ച് എന്ത് പറഞ്ഞു? ത്രികക്ഷി സഖ്യത്തിൽ നിന്നും ത്രികക്ഷി സൗഹാർദ്ദത്തിലേക്ക് യുദ്ധം പുരോഗമിച്ചപ്പോൾ മാറിയത് ഇറ്റലിയാണ്. 1-ാം ലോക മഹായുദ്ധത്തിൽ നിന്നും ആദ്യമായി പിന്മാറിയ രാജ്യം ഏതാണ്? റഷ്യയാണ്. ലെനിൻ്റെ നേതൃത്വത്തിലാണ് റഷ്യ 1-ാം ലോക മഹായുദ്ധത്തിൽ നിന്ന് പിന്മാറിയത്. യുദ്ധത്തിൽ ഏറ്റവും അധികം നാശനഷ്ടങ്ങൾ ഉണ്ടായത് ജർമ്മനിക്കായിരുന്നു. അതിനാൽ ജർമ്മനിയുടെ രാജാവായ കൈസർ വില്യം II സ്ഥാനഭ്രംശം ചെയ്തു. ഇതിനുശേഷം വന്ന സർക്കാർ യുദ്ധവിരാമ കരാറിൽ ഒപ്പിട്ടു. അതിനുശേഷം ജർമ്മനിയിലെ വന്ന സർക്കാർ യുദ്ധവിരാമ കരാറിൽ ഒപ്പിട്ടു. 1-ാം ലോക മഹായുദ്ധത്തിൽ മരണമടഞ്ഞ ഇന്ത്യൻ സൈനികരുടെ ഓർമ്മയ്ക്കായി നിർമ്മിച്ച സ്മാരകമാണ് ഇന്ത്യ ഗേറ്റ്. അപ്പം ഇന്ത്യ ഗേറ്റ് എന്തിനാണ് പണിതത്? 1-ാം ലോക മഹായുദ്ധത്തിൽ ഇന്ത്യയിൽ നിന്നും പങ്കെടുത്ത നമ്മുടെ ഭടന്മാരുടെ, സൈനികരുടെ ഓർമ്മയ്ക്കായി നിർമ്മിച്ച സ്മാരകമാണ് ഇന്ത്യ ഗേറ്റ്. ഇനി 1-ാം ലോക മഹായുദ്ധത്തിൽ ഇടയിൽ നടന്ന വിപ്ലവമാണ് റഷ്യൻ വിപ്ലവം. ഇമ്പോർട്ടൻ്റ് ആണ്. 1-ാം ലോക മഹായുദ്ധത്തിന് ഇടയിൽ നടന്ന വിപ്ലവമാണ് റഷ്യൻ വിപ്ലവം. ഈ യുദ്ധത്തിൽ ആദ്യം പരാജയപ്പെട്ടത് ബൾഗേറിയ ആയിരുന്നു കേട്ടോ. ആദ്യം പരാജയപ്പെട്ടത് ബൾഗേറിയയാണ്. 1-ാം ലോക മഹായുദ്ധത്തിൽ ജർമ്മനി ആക്രമിച്ച ഇന്ത്യൻ നഗരം ചെന്നൈയാണ്. അപ്പോൾ ഇന്ത്യയെ ആക്രമിച്ച 1-ാം ലോക മഹായുദ്ധത്തിൽ ജർമ്മനിയാണ് ഇന്ത്യയെ ആക്രമിച്ചത്. ജർമ്മനി ആക്രമിച്ച ഇന്ത്യൻ നഗരം ഏതായിരുന്നു? ചെന്നൈ ആയിരുന്നു. ഈ സമയത്തുണ്ടായ പകർച്ചവ്യാധിയാണ് സ്പാനിഷ് ഫ്ലൂ. അപ്പോൾ യുദ്ധം പുരോഗമിച്ചപ്പോൾ ത്രികക്ഷി സൗഖ്യത്തിൽ നിന്നും ത്രികക്ഷി സൗഹാർദ്ദത്തിലേക്ക് പിന്മാറിയ രാജ്യം ഇറ്റലി ആയിരുന്നു. 1-ാം ലോക മഹായുദ്ധത്തിൽ നിന്നും, ഈ യുദ്ധത്തിൽ നിന്ന് തന്നെ ആദ്യമായി പിന്മാറിയത് റഷ്യ ആയിരുന്നു. ലെനിൻ്റെ നേതൃത്വത്തിലായിരുന്നു. ഏറ്റവും അധികം നാശനഷ്ടങ്ങൾ ഉണ്ടായത് ആർക്കായിരുന്നു? ജർമ്മനിക്കായിരുന്നു. പിന്നെ ഇതിൽ മരണമടഞ്ഞ ഇന്ത്യൻ സൈനികരുടെ ഓർമ്മയ്ക്കായി നിർമ്മിച്ച സ്മാരകമാണ് ഇന്ത്യ ഗേറ്റ്. ഇനി 1-ാം ലോക മഹായുദ്ധത്തിന് ഇടയിൽ നടന്ന വിപ്ലവമാണ് റഷ്യൻ വിപ്ലവം. ഈ വിപ്ലവത്തിൽ 1-ാം ലോക മഹായുദ്ധത്തിൽ ആദ്യമായി പരാജയപ്പെട്ട രാജ്യം എന്ന് പറയുന്നത് ബൾഗേറിയയാണ്. ഇനി 1-ാം ലോക മഹായുദ്ധത്തിൻ്റെ ഭാഗമായി ജർമ്മനി ആക്രമിച്ച ഇന്ത്യൻ നഗരം ചെന്നൈയാണ്. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കണം. 1-ാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ട്രീറ്റികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ ത്രികക്ഷി സഖ്യവും ത്രികക്ഷി സൗഹാർദ്ദവും കണ്ടു. ഇതിൽ ത്രികക്ഷി സൗഹാർദ്ദത്തിലുള്ള കൺട്രീസിനാണ് വിജയം, അല്ലെങ്കിൽ ത്രികക്ഷി സൗഹാർദ്ദത്തിനാണ് 1-ാം ലോക മഹായുദ്ധത്തിൽ വിജയം ഉണ്ടാകുന്നത്. അപ്പോൾ 1-ാം ലോക മഹായുദ്ധവുമായി ബന്ധപ്പെട്ട് കുറേ രാജ്യങ്ങൾ തമ്മിൽ ത്രികക്ഷി സൗഹാർദ്ദം ട്രീറ്റീസിൽ ഏർപ്പെടുകയാണ്. ഏതൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തത് ട്രീറ്റി ഓഫ് വേഴ്സലൈസ്. ഇത് ത്രികക്ഷി സൗഹാർദ്ദവും ജർമ്മനിയും തമ്മിലുണ്ടായ ഒരു ട്രീറ്റിയാണ്. രണ്ടാമത്തത് ട്രീറ്റി ഓഫ് സെൻറ്റ് ജെർമൈൻ. ഈ ഒരു ട്രീറ്റി ത്രികക്ഷി സൗഹാർദ്ദവും ഓസ്ട്രിയയും തമ്മിലുണ്ടായ ഒരു ട്രീറ്റിയാണ്. അടുത്ത ട്രീറ്റി ഓഫ് ന്യൂലി. ഇത് ത്രികക്ഷി സൗഹാർദ്ദവും ബൾഗേറിയയും തമ്മിലുണ്ടായ ഒരു ട്രീറ്റിയാണ്. അടുത്ത ട്രീറ്റി ഓഫ് ട്രിയനോൺ. ത്രികക്ഷി സൗഹാർദ്ദവും ഹംഗറിയും തമ്മിലുണ്ടായ ഒരു ട്രീറ്റിയാണ്. അവസാനത്തേത് ട്രീറ്റി ഓഫ് സെവ്രസ്. ഇത് ത്രികക്ഷി സൗഹാർദ്ദവും തുർക്കിയും തമ്മിലുണ്ടായ ഒരു ട്രീറ്റിയാണ്. ഇനി 1-ാം ലോക മഹായുദ്ധത്തെ തുടർന്ന് നശിച്ചു പോയ ചില രാജവംശങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് ഒന്ന് ഹാബ്സ്ബർഗ് രാജവംശമാണ്. ഇത്
ഓസ്ട്രിയ ഹംഗറി ഈ പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു രാജവംശമാണ്. ഒന്നാം ലോക മഹായുദ്ധത്തെക്കുറിച്ച് നശിച്ചുപോയി. രണ്ടാമത്തേത് റോമനോവ് രാജവംശം. റോമനോവ് രാജവംശം റഷ്യയിലുണ്ടായിരുന്ന ഒരു രാജവംശമായിരുന്നു. മൂന്നാമത്തേതാണ് ഓട്ടോമൻ രാജവംശം. തുർക്കിയിലുണ്ടായിരുന്ന രാജവംശമായിരുന്നു ഒട്ടോമൻ രാജവംശം. അപ്പോൾ ഈ 3 രാജവംശങ്ങളും ഒന്നാം ലോക മഹായുദ്ധത്തെക്കുറിച്ച് ഭാഗമായി നശിച്ചു പോയതാണ്. അടുത്ത് ഏഷ്യ, ആഫ്രിക്ക ഭൂഖണ്ഡങ്ങളിൽ ദേശീയ പ്രസ്ഥാനങ്ങൾ തുടങ്ങാൻ ഒന്നാം ലോക മഹായുദ്ധം കാരണമായി. അപ്പോൾ ഈ ഒരു ഒന്നാം ലോക മഹായുദ്ധമൊക്കെ നടക്കുന്ന സമയത്ത് ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരം ഒക്കെ ആ ഒരു സമയമൊക്കെ ആയിരുന്നു. അതിന് മുന്നേ ഉള്ളൊരു സമയത്തായിരുന്നു ഒന്നാം ലോക മഹായുദ്ധം നടന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് നമുക്ക് ദേശീയത അല്ലെങ്കിൽ നാഷണലിസം, ഇന്ത്യ മുഴുവൻ ഒന്നായിട്ടുള്ളൊരു ചിന്തയൊന്നും നമുക്കില്ല. അപ്പോൾ ഇത്തരത്തിൽ ഒന്നാം ലോക മഹായുദ്ധമൊക്കെ ഉണ്ടായിരുന്ന ഒരു സമയത്താണ്, ഉണ്ടായപ്പോഴാണ് നമുക്ക് ദേശീയത, നാഷണലിസം എന്നൊരു കോൺസെപ്റ്റൊക്കെ ഇന്ത്യയിൽ കൂടുതലായി ഉണ്ടാകാൻ കാരണം. ഇനി എന്താണ് ലീഗ് ഓഫ് നേഷൻസ് അല്ലെങ്കിൽ സർവ്വരാജ്യ സഖ്യം എന്താണെന്ന് നോക്കാം. ഒന്നാം ലോക മഹായുദ്ധത്തിൻ്റെ അനന്തരഫലമായി ഉണ്ടായ ഒരു സഖ്യമാണ് സർവ്വരാജ്യ സഖ്യം അല്ലെങ്കിൽ ലീഗ് ഓഫ് നേഷൻസ്. സർവ്വരാജ്യ സഖ്യം വേണമെന്ന് ആദ്യമായി അഭിപ്രായപ്പെട്ടത് അമേരിക്കയുടെ പ്രസിഡൻ്റായിരുന്ന വുഡ്രോ വിൽസനാണ് സർവ്വരാജ്യ സഖ്യം വേണമെന്ന് ആദ്യമായി അഭിപ്രായപ്പെട്ടത്. സർവ്വരാജ്യ സഖ്യം സെറ്റപ്പ് ചെയ്തതും ഈ ഒരു സഖ്യം ഉണ്ടാക്കിയതും അമേരിക്കയുടെ പ്രസിഡൻ്റായിരുന്ന വുഡ്രോ വിൽസൺ തന്നെയാണ്. എന്നാൽ അമേരിക്ക ഈ ഒരു സർവ്വരാജ്യ സഖ്യത്തിലെ അംഗമായിരുന്നില്ല എന്നുള്ള കാര്യം ഓർത്തു വെച്ചേക്കണം. സർവ്വരാജ്യ സഖ്യത്തിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് സ്വിറ്റ്സർലാൻഡിലെ ജനീവയിലാണ്. എന്തിനാണ് സർവ്വരാജ്യ സഖ്യം അല്ലെങ്കിൽ ലീഗ് ഓഫ് നേഷൻസ് സെറ്റപ്പ് ചെയ്തതിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു? യുദ്ധം തടയുക, രാജ്യാന്തര ബന്ധം ശക്തമാക്കുക. അപ്പോൾ യുദ്ധം തടയുക, രാജ്യാന്തര ബന്ധം ശക്തമാക്കുക, ഈ 2 ലക്ഷ്യത്തോടു കൂടിയാണ് ലീഗ് ഓഫ് നേഷൻസ് അല്ലെങ്കിൽ സർവ്വരാജ്യ സഖ്യം ഉണ്ടാക്കിയത്. ഇതിൻ്റെ ആദ്യ സെക്രട്ടറി ആയിരുന്നത് ജെയിംസ് ഐറിക് ഡ്രമണ്ട് ആയിരുന്നു. സ്ഥാപക അംഗങ്ങളുടെ എണ്ണം 42 ആയിരുന്നു. ഇത് 1946 ഏപ്രിൽ 20 ആയപ്പോഴേക്കും ഈ സർവ്വരാജ്യ സഖ്യം പിരിച്ചുവിട്ടു. ഓക്കെ, അപ്പോൾ സർവ്വരാജ്യ സഖ്യം വേണമെന്ന് അഭിപ്രായപ്പെട്ടതും ഇത് ഉണ്ടാക്കിയതും വുഡ്രോ വിൽസൺ ആണ്. അദ്ദേഹം അമേരിക്കയുടെ പ്രസിഡന്റ് ആയിരുന്നു. എന്നാൽ അമേരിക്ക ഇതിലൊരു അംഗമായിരുന്നില്ല. സർവ്വരാജ്യ സഖ്യത്തിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ജനീവയാണ്, സ്വിറ്റ്സർലാൻഡിലെ ജനീവ. എന്തിനായിരുന്നു ഈ ഒരു സഖ്യം ഉണ്ടാക്കിയത്? യുദ്ധം തടയുക, രാജ്യാന്തര ബന്ധം ശക്തമാക്കുക, ഈ 2 ലക്ഷ്യത്തോടു കൂടിയായിരുന്നു. ഇതിൽ സ്ഥാപക അംഗങ്ങളുടെ എണ്ണം 42 ആയിരുന്നു. പിരിച്ചുവിട്ടത് എന്തായിരുന്നു? 1946 ഏപ്രിൽ 20 അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒന്നാം ലോക മഹായുദ്ധത്തിലെ പ്രധാനപ്പെട്ട പോയിൻറ്റ്സ്. അപ്പോൾ തീർച്ചയായും ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.